സെറ്റാക്ക് പവർ. അപ്പോൾ ഗൈസ് ചെറിയൊരു പണി കിട്ടി ഗൈസ്. നമ്മളിപ്പോൾ ഇപ്പോൾ തന്നെ നേരം വൈകി, ഇനിയിപ്പോൾ വീട്ടിലെത്തണം, കുറേ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആ കാണുന്ന ആഗ്രഹം, അയ്യോ ഫോക്കസ് ആവും ഗൈസ്, ഫോക്കസ് ആവും. ആ കാണുന്ന 9 വളം ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഗൈസ് 9 വളമുള്ള പ്ലാൻ ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നു. പക്ഷേ ഞങ്ങൾ അടുത്ത ദിവസം അതിൻ്റെ അപ്പുറത്തെ ദിവസം എല്ലാം പോകുന്നതാക്കി. ഇപ്പോൾ 4 വളം വെച്ച് ഇവിടെ ബ്ലോക്കായി ഗൈസ്. നോക്കിയേ, ബ്ലോക്കല്ല ഗൈസ്, 4 വളം വെച്ച് ഞങ്ങൾ ട്രിപ്പ് നിർത്തിക്കാൻ, മീൻസ് 9 വളം വരെ പോകാനുള്ള ഒരു സാഹചര്യം ഇല്ല. ഓരോരോ സാഹചര്യം. യോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ST Vlogs. ഇന്ന് ST Vlogs ഒരു കിടക്കാച്ചി വീഡിയോ ആണ് ഗൈസ്, കിടക്കാച്ചി വീഡിയോ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന ഒരു ചെമ്പ്ര പീക്ക് എന്ന് പറഞ്ഞ വൈത്തിരിയുള്ള ഒരു കിടക്കാച്ചി സ്ഥലമാണ് ഗൈസ് നമ്മൾ പോകാൻ പോകുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 4 വളം വരെ പോയുള്ളൂ. അത് ഇന്ന് 9 വളം വരെ പോകുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ പിന്നെ ഇന്ന് ചെമ്പ്ര പീക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ട്, അല്ല 4 ഒരു 8 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് ട്രെക്കിങ്ങും ആണ്. നമ്മൾ പോണ വഴിക്ക് ഞാൻ പറയാം ബാക്കി വിശദീകരണങ്ങൾ. നിങ്ങൾ ഇപ്പം ഞാനിവിടെ വണ്ടി നിർത്തി, നമ്മുടെ കൂടെ ദിൽഷു ഷാഡോ ഒക്കെ ഉണ്ട്. അപ്പം ഗൈസ്, അപ്പം ഇപ്പോൾ ചുരത്തിൽ 7 വളവ് കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ബാക്കിയും കൂടെ വീഡിയോ എടുക്കാൻ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മറ്റേ 9 വളവ് വരെ പോകണം, ഫുൾ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ചങ്ങായിമാരൊക്കെ ലേറ്റ് ആയിരുന്നു, ഞങ്ങൾ കുറച്ച് സ്പീഡിൽ വന്നു, കാരണം ഇപ്പോൾ തന്നെ നേരം വൈകിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി അടിപൊളി വീഡിയോ എടുക്കാൻ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറെ പറയാം. അപ്പോൾ ഈ വീഡിയോ അടിപൊളിയാണ്, അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പോൾ ചെമ്പ്ര പീക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ ചുരത്തിലെ ഫുള്ള് റിവ്യൂ കാണിച്ചു തരുന്നത്. ഓക്കെ, നമുക്ക് പോയിക്കൊണ്ടിരിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഫുൾ പവറാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ 9 വളവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്തിറങ്ങിയാൽ ഹെൽമെറ്റ് വെക്കാൻ മറക്കരുത്. വണ്ടിയിലാണ് ഹെൽമെറ്റ് വെക്കണം, മാസ്ക് വെക്കണം, ഒക്കെ നിർബന്ധമാണ്. ഇപ്പോഴത്തെ നിയമമായതുകൊണ്ട് വെക്കുന്ന നിർബന്ധമാണ്. അപ്പോൾ നമ്മുടെ കൂടെ പോകുന്നത് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഷാഡോ ഉണ്ട്, അവൻ ഡ്രൈവ് ചെയ്യാണ്, ഡിസ്റ്റർബ് ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വോയിസ് ഓവറാണ്, കാരണം ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല, മറ്റേ ഈ കാറ്റിൻ്റെ ശബ്ദം കാരണം ഞാൻ പറഞ്ഞ ശബ്ദം ഒന്നും കേട്ടില്ല. പിന്നെ ഞാൻ മാസ്ക് ഇട്ടേ കൊണ്ട് അധികം ശബ്ദവും കേട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുകയാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല വിചാരിക്കുന്നു. പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ 3 വണ്ടികളാണ്. ആ കാണുന്ന അവിടെ സ്കൂട്ടർ, കാണുന്ന സ്കൂട്ടർ ഞങ്ങളുടെ വണ്ടിയാണ്. പിന്നെ പുറകിൽ ഇർഷാദും ആദിലും വരുന്നുണ്ട്. ഇർഷാദിൻ്റെ അല്ല, ആദിലെ റിലേറ്റീവാണ് അത്. പോകുന്ന വണ്ടിയിൽ നമ്മുടെ ടീംസ് തന്നെയാണ്. അപ്പോൾ ഫുള്ള് പവറാണ് ഗൈസ്. അങ്ങനെ ചെമ്പ്ര പീക്ക് എന്ന് പറഞ്ഞൊരു പീക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം എനിക്ക് വിഷമമുണ്ട്. ഞാൻ മറ്റേ ഇവിടെ ചുരത്തിൻ്റെ ഒരു റിവ്യൂ എടുത്തിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മറ്റേ ചുരം ഫുള്ള് എടുക്കണം, ചുരം 9 വളം വരെ പോകണം എന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പോയേക്കാം, അടുത്ത പ്രാവശ്യം വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അങ്ങനെ ചുരത്തിൻ്റെ റിവ്യൂ എടുക്കാൻ വിചാരിച്ചു. ചുരത്തിൻ്റെ റിവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഒരു ചെമ്പ്ര പീക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുമ്പോൾ പിന്നെ വേറെ വീഡിയോ ഒന്നും എടുക്കേണ്ട വിചാരിച്ചു. ഞാൻ ചെമ്പ്ര പീക്ക് പോകുന്ന സ്ഥലത്ത് ഒരു 4.5 കിലോമീറ്ററോളം ട്രെക്കിങ് അല്ല, നടന്ന് കയറണം. അവിടെ ട്രെക്കിങ്ങിന് വേറെ പൈസ ഞാൻ തോന്നുന്നു. ട്രെക്കിങ് അല്ല, നടന്ന് കയറേണ്ട ഒരു വീഡിയോ എടുക്കണം. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റില്ല ഗൈസ്. അങ്ങനെയല്ല, എനിക്ക് ചെമ്പ്ര പീക്ക് വരെ പോകാം. ബാക്കി നിങ്ങൾ വരുന്നു അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ചെമ്പ്ര പീക്ക് മേലെ വരെ കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എൻട്രി വരെ കയറാൻ പറ്റുള്ളൂ, കാരണം അവിടെ ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് മീൻസ് എന്തോ ഒരു വൻ ക്ഷീണമൊക്കെയാണ്. ഞങ്ങളങ്ങനെ ചുരത്തിൻ്റെ റിവ്യൂ എടുത്ത് പോകാം, പിന്നെ അവിടെ എത്തിയിട്ട് ബാക്കി പറയാം. അവിടെ ഒരു പീക്ക് എന്ന് പറയുമ്പോൾ മലയാണ്, ഒരു കൊടുമുടി, ചെമ്പ്ര കൊടുമുടി അങ്ങനെയൊക്കെ പറയുന്ന ഒരു കൊടുമുടിയാണ്. അടിപൊളി സ്ഥലമാണ്. ഇന്ന് പോകാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത വീഡിയോ പോകുന്നതാണ് ഗൈസ്, ഉറപ്പായിട്ടും പോകും. ഫുൾ പവറാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ കൂടെ ടീംസ് സാലിയാണ്, അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുട്ടൂസൻ, എല്ലാവർക്കും വേറെ പേരുണ്ടല്ലോ, അതുപോലെ അവൻ്റെ പേര് കുട്ടൂസനാണ്. മുന്നിലുള്ളവന് കളിക്കലൊന്നുമില്ല. അങ്ങനെ ഗൈസ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുരത്തിൽ 9 വളം എത്താനായിട്ടുണ്ട്. നല്ല വ്യൂ ഒക്കെ ഞാൻ എടുത്തെടുത്ത് പോകുന്നുണ്ട്. നല്ല കിടുക്കാച്ച് വ്യൂ ആണ്. നമ്മുടെ ഷാഡോ ആണ് ഡ്രൈവർ. പിന്നെ ഫുള്ള് പവറാണ് ഗൈസ്, ഫുൾ പവറാണ്. പിന്നെ അവിടെ എത്തിയിട്ട് ഞങ്ങളൊരു പീക്ക്, ആ പീക്കിൻ്റെ പകുതിയോളം ഒരു മലയുടെ പകുതിയോളം ഞങ്ങൾ വണ്ടി ടാർ റോഡൊക്കെയാണ്. എന്നിട്ട് ആ റോഡിൽ പകുതിയോളം കയറുമ്പോൾ ആ കോട അടിക്കുന്നൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. പിന്നെ നല്ലൊരു കോടേൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയത്. ആ കയറിയപ്പോൾ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം എനിക്ക് അതിൻ്റെ മേലെ എത്തിയിട്ട് വീഡിയോയുടെ ലെങ്ത്ത് കൂടുമല്ലോ, 4.5 കിലോമീറ്റർ നടക്കാനുള്ളതല്ലേ. അപ്പം നടന്ന് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാനങ്ങനെ ഡ്രോപ്പ് ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ ആ കോടയുള്ള ഫീലൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ എത്തിയിട്ട് കയറാൻ നോക്കുമ്പോൾ അവർ പറയുന്നു ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഞങ്ങളുടെ തകർന്നു പോയി. പക്ഷേ തിരിച്ചിറങ്ങിയപ്പോൾ എന്നാലും ആ അത് എടുക്കാൻ വിചാരിച്ച് തിരിച്ചിറങ്ങുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ സ്റ്റില്ല് കാണാതെ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത് ഗൈസ്. അപ്പം ഇപ്പോൾ 9 വളം എത്താനായിട്ടുണ്ട്. നമ്മൾ ഫുൾ പവറാണ് ഗൈസ്. അപ്പോൾ ഞാൻ വീഡിയോ
150 സ്പീഡ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇത്ര സ്പീഡ് പോകുമെന്ന് വിചാരിക്കരുത്. ഞങ്ങൾ ഒരു മീഡിയം സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. വീഡിയോ 150 സ്പീഡ് ഇടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ 9ാം വളവ് ഗൈസ് ആരെങ്കിലും കാണാത്തിൻ്റെ അത് കണ്ടോ, 9ാം വളവുണ്ട്. ഒരു സൈക്കിൾ റൈഡേഴ്സൊക്കെ ഉണ്ട്, നല്ല കിടുക്കാച്ച്. 9ാം വളവ് എന്ന് പറയാൻ ഏത് വളവ് കയറുന്നതിനെക്കാട്ടി 4ാം വളവ് 3-4 വളവ് കഴിഞ്ഞ് പിന്നെ 9ാം വളവാണ് ഏറ്റവും അടിപൊളി വളവ്. അതാണെങ്കിൽ ഒരു അടിപൊളി, ആ വളയ്ക്കുമ്പോൾ മോനെ മനസ്സിലൊരു സുഖം. പിന്നെ നമ്മുടെ വയനാട് ചുരം, പപ്പുചേട്ടൻ പറയുന്ന താമരശ്ശേരി ചുരം, ആ ചുരത്തിൽ 9ാം വളവ്, ഒരു 8ാം വളവ് 7ാം വളവ് കഴിയുമ്പോൾ ഒരു തണുപ്പ് കയറും മോനെ, സഹിക്കാനാവില്ല. ആ തണുപ്പ് ഒരു രക്ഷയില്ല. വയനാട് എത്തിയ ഫീലാണ് ഈ 9ാം വളവൊക്കെ എത്തുമ്പോൾ കിട്ടുന്നത്. ഒരു വൈകുന്നേരം ഞങ്ങൾ പോയ സമയം എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് 2 മണി 2:30 സമയത്തിലാണ് പോയത്. പക്ഷേ 3 മണി ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി. ആ സമയത്ത് ഇറങ്ങിയിട്ട് ഈ സമയം അപ്പോൾ നല്ല വെയിലുള്ള സമയമാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഒരു രക്ഷയില്ല, വൻ തണുപ്പ് എന്ന് പറയുക, ഒരു രക്ഷയില്ല തണുപ്പ്. കോട ഇല്ലെങ്കിലും ആ തണുപ്പ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഗൈസ്. തണുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ വിറച്ച് ഒരു ചായ കുടിക്കേണ്ട രീതിയൊക്കെ ആയി ഈ സമയമായപ്പോഴേക്കും. പക്ഷേ ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഞങ്ങൾ ഫുൾ ചെമ്പ്രാപ്പിക്കുന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 9ാം വളവ് ചവിട്ടുന്നില്ല ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ നോക്കിയിട്ട് ഞാൻ ചെറിയായിട്ടൊരു പണി കിട്ടി. അവിടെ വൻ കട്ടറായിരുന്നു, അവന്മാരല്ലെങ്കിൽ വെട്ടിച്ച് പോയി. അപ്പോൾ ഞങ്ങൾ ഇവിടെ 9ാം വളവിൽ ഇറങ്ങുന്നില്ല. കാരണം 9ാം വളവിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ചെമ്പ്രാപ്പിക്കിലേക്ക് പോകാനുള്ള താമസിക്കും. 4.5 കിലോമീറ്റർ ട്രെക്കിംഗ് ഉള്ളതെന്ന് വിചാരിച്ച് ഞങ്ങൾ പോവുകയാണ്. അവിടുത്തെ ലാഗ് അടിക്കേണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ ചുരത്തിൽ ഇറങ്ങുന്നില്ല, അല്ലെങ്കിൽ ചുരത്തിൻ്റെ വ്യൂ കാണാമായിരുന്നു. ഇപ്പോൾ തന്നെ കണ്ടില്ല എന്നാ വ്യൂ. ആ മലകൾ നമ്മളോട് എന്തോ പറയുന്നുണ്ട് ഗൈസ്. ഇവിടെ നിർത്തുന്ന് പറഞ്ഞതാ മല, പക്ഷേ ഞാൻ കേട്ടില്ല. ഗോ ടു ചെമ്പ്രാപ്പിക്ക് എന്ന് പറയുന്നത് ഇവിടുന്ന് പോകുന്ന ഗൈസ്, ഫുൾ പവറാണ്. പിന്നെ ഷാഡോ എന്തൊക്കെയൊക്കെ പാട്ടൊക്കെ പാടി നമ്മളെ റിലാക്സ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ മലകളോട് പാടാതെ മലരാകെ പാട്ടൊന്നും എനിക്കറിയില്ല. ആ പാട്ടൊക്കെ പാടി ഞങ്ങൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഗൈസ്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ ആൾക്കാർ ഇവിടെ നിന്ന് കാണാൻ വന്നിട്ടുണ്ട്. മിക്കവാറും പോലീസുകാർ വന്ന് ഓടിക്കേണ്ട ഒരു സീൻ വരും ട്രാഫിക് വല്ല വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന വൈത്തിരി ബോർഡർ എത്താനായിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ വൈത്തിരി ബോർഡർ എടുക്കുന്നത് നമ്മുടെ പുറകിലുണ്ടായിരുന്ന ആദിലും ഇർഷാദിനെയും, മീൻസ് കഞ്ചൻ രാക്ഷസൻ, അവർ രണ്ടുപേരും നമുക്കിപ്പോൾ കാണുന്നതാണ് ഗൈസ്. അവന്മാർ ഫുൾ പവർ എന്ന് പറഞ്ഞിട്ട് ഇവരെന്താ പറയുന്നത് അറിയോ, താങ്കളുടെ സോപ്പ് എന്താ സ്ലോ ആണോ, ഞങ്ങൾ അത്രയും സ്ലോയി പറഞ്ഞിട്ട് കേട്ടോ. ഇർഷാദിൻ്റെ പവർ എൻ്റെ മോനെ, ഇർഷാദ് ഇല്ലെങ്കിൽ ഞങ്ങൾ തീർന്ന്. എൻ്റെ മോനെ എന്തൊക്കെ ചിഹ്നമൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വൈത്തിരി എൻ്റെ മോനെ വൈത്തിരിയിലേക്ക് കടന്നു. എൻ്റെ മോനെ വൈത്തിരി കടന്നപ്പോൾ ഇത്രയും നേരം വണ്ടി കിച്ചുകിച്ചുന്ന് ഇട്ടില്ല, ഞങ്ങൾ ചെറിയൊരു സ്പീഡൊക്കെ കെട്ടി ഇങ്ങനെ കീച്ച് വിടുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോ എല്ലാം നമുക്ക് അടുത്ത ചെമ്പ്രാപ്പിക്കിൽ വെച്ച് കാണാം. ചേട്ടാ അങ്ങനെ ഞങ്ങൾ ചെമ്പ്രാപ്പിക്കിൽ എത്തി. ചെമ്പ്രാപ്പിക്കിന്റെ എൻട്രി വരെ എത്തി. പക്ഷേ ചെമ്പ്രാപ്പിക്ക് കയറാൻ പറ്റില്ല ഗൈസ്. എന്താ പറ്റിയെന്ന് വെച്ചാല് ചെമ്പ്രാപ്പിക്കിന്റെ ആ എൻട്രിയിൽ അവിടെ വെച്ചിട്ട് അവർ പറഞ്ഞു 200 പേരെ കയറാൻ പറ്റുള്ളൂ. പിന്നെ ക്ലോസ്ഡ് ആണ്. അങ്ങനെ ഇപ്പൊ എന്തായാലും എൻട്രി ഇല്ല അങ്ങനെ പറഞ്ഞു. ഞാൻ എത്തിയപ്പോൾ കുറച്ച് വൈകുന്നേരം അതിന്റെ ആണോന്ന് അറിയില്ല. പക്ഷെ വരുന്ന വൈകി ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ക്ലോസ്ഡ് ആണ്. എന്നാലും ഞങ്ങൾ ഇവിടെ കയറാൻ നോക്കി. ഇവിടെ പൈസ ഒക്കെ വേണം, 750 രൂപ വേണമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കൊടുക്കാനൊക്കെ നോക്കി. പക്ഷെ അവർ പറഞ്ഞു അവിടെ ക്ലോസ്ഡ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, തേങ്ങയാണ് ചക്കയാണ്. അങ്ങനെ ചെമ്പ്രാപ്പിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതാണ് ചെമ്പ്രാപ്പിക്ക്. ആ മലയുടെ മുകളിൽ ഒരു ലൗചിഹ്ന ആകൃതിയിലൊരു തടാകം, ഇതുപോലത്തെ ഒരു മലയുടെ മുകളിൽ ലൗചിഹ്ന ആകൃതിയിലൊരു തടാകമാണ് ചെമ്പ്രാപ്പിക്ക്. ഇതാണ് ഞങ്ങൾ മിസ് ചെയ്ത ഗൈസ്. മിസ് യു ചെമ്പ്രാപ്പിക്ക് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഗൈസ് ഞങ്ങൾ ചെമ്പ്രാപ്പിക്കിന്റെ താഴെ നല്ലൊരു കോടയൊക്കെ ഉണ്ട്. ഇവിടെ നല്ല തണുപ്പൊക്കെ നല്ലൊരു ഏരിയ ആണ്. ചെമ്പ്രാപ്പിക്കിന്റെ താഴെയായിട്ട് നിൽക്കുന്ന ഒരു കിടുക്കാച്ച സ്ഥലമാണ് ഗൈസ്. അപ്പോൾ കിട്ടൂലേ. അങ്ങനെ ചെമ്പ്രാപ്പിക്കിന്റെ താഴെ നിൽക്കുവാണ്. ഇവിടെ നല്ല ഇത് തേയിലത്തോട്ടത്തിലൊക്കെ നിൽക്കുകയാണ്. എനിക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചത്ര ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു രീതി എനിക്ക് പറ്റിയില്ല. ഞാൻ അതിന്റെ മേലെ പോകുമ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചു ഞാൻ അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. പക്ഷെ ഇങ്ങനെ ഒരു ചാമ്പ് കിട്ടുന്ന നമ്മൾ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഇനി ഇവിടേക്ക് ഞങ്ങൾ ചെറിയൊരു കുന്ന് കയറിയായിരുന്നു. ആ കുന്നിന്റെ കിടുക്കാച്ച് വൈബ് ഞാൻ എടുത്തുതരാം. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടാൻ മാത്രം നമ്മൾ ചുരം കയറുന്ന വീഡിയോ ആണ് അടിപൊളിയായിട്ട് എടുത്തത്. എന്നാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും കമന്റ് ഇടുക. അങ്ങനെ ട്രാവൽ വ്ളോഗൊക്കെ അടിപൊളിയായിട്ട് പോവുകയാണ്. അപ്പോൾ ബൈ ഗൈസ്, ബൈ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ. അപ്പൊ ഗൈസ് ഞങ്ങളങ്ങനെ
അടിപൊളി 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 രക്ഷയില്ല.